ഇന്നലെ മുതൽ ദേശീയ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്ത ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സിൽ അടിയന്തരമായി ഒരു നേതൃമാറ്റം വേണമെന്ന് കോൺഗ്രസ്സിനകത്ത് തന്നെ ഇതുവരെ ഒതുക്കിപ്പിടിച്ചിരുന്ന ചർച്ച ഇപ്പോൾ പുറത്തു വരുന്നു. യു പിയിലെ ഷഹറാൻപൂർ MP ആയിട്ടുള്ള ഇമ്രാൻ മസൂദ് ഇന്നലെ പച്ചക്ക് വെളിവായി പറഞ്ഞിരിക്കുന്നു, രാഹുൽ ഗാന്ധി അല്ല പ്രിയങ്ക ഗാന്ധിയാണ് മികച്ച നേതാവ്. അദ്ദേഹം പറയുന്നൊരു കോണ്ടസ്റ്റ് ബംഗ്ലാദേശിൽ നടന്ന ഹിന്ദു വേട്ടയോടൊക്കെ പ്രതികരിക്കുന്നതിൽ ദേശീയ നേതൃത്വം വലിയ ജാഗ്രത കാണിക്കാതെ അറച്ചു നിന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിന് വേണ്ടി പ്രതികരിച്ചത്. അതാണ് ദേശീയമായൊരു വികാരം, അത് ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട ഒരു MP-യുടെ പൊടുന്നനെയുള്ള ഒരു പ്രകടനമാകുമോ, അതല്ലാതെ കോൺഗ്രസിനകത്ത് തന്നെ നിൽക്കുന്ന വളരെ സംഘടിതമായ ചില നീക്കങ്ങളുടെ ഭാഗമാണോ? ഒന്ന്. രണ്ട്, ഇത് ഇങ്ങനെ പോയാൽ ഒന്നുകിലൊരു നേതൃമാറ്റം അല്ലെങ്കിൽ പിളർപ്പ് തുടങ്ങിയ ഒരു ദിശയിലേക്ക് കോൺഗ്രസിനകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ദയനീയമായ തകർച്ച, രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ പരാജയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസിനകത്ത് എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാർ? അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാളൊരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടായിരിക്കുമല്ലോ പറയുക. മാത്രമല്ല, ഈ ഇമ്രാൻ മസൂദ് പ്രിയങ്കയുമായിട്ട് നല്ല അടുപ്പമുള്ള ആളായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇമ്രാൻ മസൂദിന് പ്രിയങ്കയുടെ മനസ്സും പ്രത്യേകിച്ച് വാദ്രയുടെ മനസ്സും ഒക്കെ അറിയാമായിരിക്കുമല്ലോ. വാദ്രയും ഇതിനെ പിന്താങ്ങി സംസാരിക്കുന്നുണ്ട്. ഞാൻ വരണമെന്നും ജനങ്ങൾ പറയുന്നുണ്ട് എന്ന് വാദ്ര കുറെ നാളായി പറയുന്നുണ്ട്. അപ്പോൾ പ്രിയങ്കയാണ് പ്രധാനമന്ത്രിയാകാൻ ഇപ്പോൾ കോൺഗ്രസിൽ അർഹതയും യോഗ്യതയുമുള്ള ആള് എന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മാറിയിട്ട് പ്രിയങ്ക ഗാന്ധി വരണം എന്ന് അഭിപ്രായമുള്ള കോൺഗ്രസ്സുകാരുടെ ആരവം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ദേശീയ നേതൃത്വത്തിൽ വലിയ തോതിൽ ഇപ്പോൾ അവർ AICC ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക, വലിയ തോതിൽ വരണം എന്നാണ് ഇവരുടെ ആവശ്യം. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഒന്നാമത് ഇന്ത്യയിൽ ഇല്ലല്ലോ. അടുത്ത കാലത്ത് ജർമ്മനി പോയിട്ടല്ലേ ഇന്ത്യയെ പറ്റി പുറത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒഡീഷയിൽ നിന്നുള്ള MLA മുഹമ്മദ് മൊയാക്കിം സോണിയാഗാന്ധിക്ക് ഒരു കത്തെഴുതിയിരുന്നു അടുത്ത കാലത്ത്. ഇതുപോലെ തന്നെ നേതൃമാറ്റം വേണം, രാഹുൽ ഗാന്ധി മാറണം എന്ന സൂചനയോടുകൂടി സോണിയാഗാന്ധിക്ക് ഒരു കത്തെഴുതിയിരുന്നു. നേരത്തെയാണോ? ഇല്ല, കഴിഞ്ഞ മാസം. ശരി. ഒഡീഷയിലെ കോൺഗ്രസ് MLA. അപ്പോൾ മുഹമ്മദ് മൊയാക്കിമിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അതാണ് സംഭവിച്ചത്. അപ്പോൾ 3 വർഷം ഞാൻ രാഹുലിനോട് അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് രാഹുൽ ഗാന്ധി എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നില്ല എന്ന് മുഹമ്മദ് മൊയാക്കിം ആ കത്തിൽ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി ഒട്ടും തന്നെ ആക്സസിബിൾ അല്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതേസമയം പ്രിയങ്ക ഗാന്ധി നാട്ടിലുണ്ട്, അവരെ ഞങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട് എന്നാണല്ലോ ആ കത്തിൻ്റെ ഉള്ളടക്കം. അപ്പോഴാണ് ഈ ചൊവ്വാഴ്ച സഹറാൻപൂർ MP ഇമ്രാൻ മസൂദ് ഇന്ദിരെ പോലെ തന്നെ ഒരു പ്രധാനമന്ത്രി ആകും പ്രിയങ്ക ഗാന്ധി എന്ന് അഭിപ്രായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് സഹറാൻപൂർ MP ഇമ്രാൻ മസൂദിനോട് മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. ബംഗ്ലാദേശിനെ പറ്റി എന്താണ് കോൺഗ്രസിൻ്റെ പ്രതികരണം? നിങ്ങൾ പ്രിയങ്കയെ പ്രധാനമന്ത്രിയാക്കൂ, അവർ ഇന്ദിരയെ പോലെ പ്രതികരിച്ചോളും, അപ്പോൾ പാകിസ്ഥാന് ഇന്ദിരാഗാന്ധി അടി കൊടുത്തത് ഓർമ്മയില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്, ഇമ്രാൻ മസൂദ് ചോദിച്ചത്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മസൂദ് എന്നെ തിരുത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വിളി പോയിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പ്രതികരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിയങ്കയുടെയും കൂടി നേതാവാണ് രാഹുൽ ഗാന്ധി എന്നും ചേർത്ത് പറഞ്ഞു. ഇമ്രാൻ മസൂദ് തിരുത്തിച്ചു. അപ്പോൾ പ്രിയങ്കയുടെ മുകളിൽ രാഹുൽ ആണെന്ന് രാഹുൽ ഗാന്ധിയുടെ ചേരി മസൂദിനെ കൊണ്ട് പറയിച്ചു. അങ്ങനെയാണല്ലോ കോൺഗ്രസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഷെഹ്സാദ് പൂനാവാല BJPയുടെ വക്താവ് അദ്ദേഹം പറഞ്ഞു, ഈ മസൂദിന് MP-ക്ക് രാഹുൽ ഗാന്ധിയിൽ വിശ്വാസമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം രാഹുൽ ഹട്ടാവോ പ്രിയങ്ക ലാവോ എന്നാണ്. രാഹുലിനെ പുറത്താക്കൂ, പ്രിയങ്കയെ കൊണ്ടുവരൂ എന്നുള്ളതാണ്. രാഹുലിനെ ജനത്തിന് വേണ്ട, ജൻപത്തിനും വേണ്ട.
അവരുടെ സോണിയാഗാന്ധിയുടെ വസതിക്കും വേണ്ടാണ്. അപ്പൊ പൊതുവെ ഈ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയേക്കാൾ മുന്നിട്ട് നിന്ന് പ്രിയങ്ക ഗാന്ധി ആണ് എന്ന് കോൺഗ്രസ്സുകാർ കാണുന്നുണ്ട്. വന്ദേ മാതരം ചർച്ച അവർ സംസാരിച്ചു കുറേ നേരം. നെഹ്റുവിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇത് എന്നേക്കുമായി കുഴിച്ചു മൂടണം എന്നും പറഞ്ഞു. നിങ്ങൾ ഈ നെഹ്റുവിനെ പറ്റിയിട്ടുള്ള ചർച്ച, ഈ മോദി ഭരിച്ച അത്രയും കാലത്തേക്കാൾ കൂടുതൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ പ്രിയങ്ക ഗാന്ധി ആ ചർച്ചയിൽ പറയുകയും ചെയ്തിരുന്നു. പിന്നെ ആ VBG റാംജി ബില്ലില്ലേ, ആ ബില്ലിന്റെ ചർച്ചയിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തിരുന്നു. രാഹുലിന്റെ പ്രസംഗം പൊതുവെ ഏശുന്നില്ല എന്ന് തോന്നുന്നിടത്താണ് പ്രിയങ്കയുടെ പ്രസംഗം ഏശുന്നുണ്ട് എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ പിന്നെയും ആളുകളെ ബോറടിപ്പിച്ച് ഈ വോട്ട് ചോരി ആണ് അവർ പറഞ്ഞത്. ജർമ്മനിയിലും അയാൾ അതാണല്ലോ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രി ഇവര് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പ്രിയങ്ക ഗാന്ധി ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് ഒരു അപ്പോയിൻമെന്റ് ഞാൻ ചോദിച്ചിട്ട് കുറെ നാളായി, ജൂൺ മുതൽ ഞാൻ അപ്പോയിൻമെന്റ് ചോദിക്കുന്നുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയങ്ക പറഞ്ഞു ഈ ചർച്ചയുടെ ഇടയ്ക്ക്. അപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞു, ഈ ചർച്ച കഴിഞ്ഞ് വന്നോ, നമുക്ക് കാണാം, ഇപ്പൊ തന്നെ കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോക്സഭയിൽ വെച്ച് തന്നെ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തു. വയനാട്ടിലെ 6 പദ്ധതികളെ പറ്റി ഗഡ്കരിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് സ്പീക്കറുടെ വിരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ മോദിയായിട്ടും രാജ്നാഥ് സിംഗും ഒക്കെ ആയിട്ട് വളരെ സൗഹൃദത്തോടു കൂടി സംസാരിക്കുന്ന ഒരു പ്രിയങ്കയെ കാണാമായിരുന്നു നമുക്ക്. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഉണ്ടായിരുന്നു. 2 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആ ചായ സൽക്കാരത്തിന് കോൺഗ്രസിൽ നിന്നൊരാൾ പോകുന്നത്. മോദിയും രാജ്നാഥും ഒക്കെ ഇവരുമായിട്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. റഷീദ് കിഡ്വായി, കോൺഗ്രസിലെ എഴുത്തുകാരൻ, വക്താവ്, അങ്ങേര് പറഞ്ഞു, ഈ വംശങ്ങളിൽ, അതായത് ഈ വംശാധിപത്യത്തിൽ എന്ന് പറയാം, ഭരണവംശങ്ങളിൽ മണ്ടന്മാർക്കിടയിൽ ഇടയ്ക്കൊക്കെ നക്ഷത്രങ്ങൾ കാണും. രാഹുലാണ് ഇപ്പോഴത്തെ നക്ഷത്രം എന്ന് അയാളും പറഞ്ഞു. അപ്പം ഇത് പ്രിയങ്ക വലിയ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് രംഗത്ത് വരണം. രാഹുലിൻ്റെ കാലഘട്ടത്തിൽ തോൽവി മാത്രമാണ് കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും തോൽക്കുന്നു അല്ലേ? വലിയ തോൽവികളിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നു. ഇനിയൊരു തിരിച്ചുവരവിന് പ്രിയങ്ക വേണം എന്നൊരു ആരവത്തിന്റെ തുടക്കമാണ് കോൺഗ്രസിൽ നിന്ന് തോന്നുന്നു എന്ന് വേണം കരുതാൻ. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ്സിന് മാറിയേ തീരൂ എന്നൊരു നിർബന്ധമുണ്ട്, അകത്തുമുണ്ട് പുറത്തുമുണ്ട്. അപ്പോൾ അത് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഈസിയസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ അവൈലബിൾ ലീഡർഷിപ്പിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പ്രിയങ്കയേ ഉള്ളൂ. പിന്നെ പ്രിയങ്കയും രാഹുലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രകടമാണ്. പൊളിറ്റിക്കലി ഇപ്പോൾ 2 കാര്യം ചെയ്യും. ഒന്ന്, ജനാധിപത്യത്തിൽ അവർ നല്ല മര്യാദ കാണിക്കുന്നുണ്ട് എപ്പോഴും, പാർലമെൻറ്റിലായാലും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോകുന്നു, അത് ജനാധിപത്യത്തിൽ മര്യാദയാണല്ലോ. അതിനെതിരായിട്ടാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസും കൂട്ടരും CPM-മാരെതിരായിരുന്നു. അതിന് അവരെ വിളിക്കാത്തതുകൊണ്ടാണ് വിളിച്ചിട്ടുണ്ട്. രാജ്ഭവനിൽ ഗവർണർ വിളിച്ച ഇത്തരം വിരുന്നുകൾക്ക് പിണറായി വിജയൻ പോകുന്നുണ്ട്, അതേ ഉള്ളൂ അവിടെ. അപ്പോൾ അതിനെതിരായിട്ട് വലിയ പ്രസ്താവനയൊക്കെ CPM നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പോയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മോദിക്കെതിരായി രാഹുൽ ഗാന്ധി ഏശാത്ത വർത്തമാനങ്ങൾ കുറേ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ, സാറ് പറഞ്ഞ പ്രയോഗം, മോദിക്കെതിരെ എക്കാലത്തും കോൺഗ്രസ് ഉന്നയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. മോദി ഭരിച്ചതിനേക്കാൾ കൂടുതൽ കാലം ഞങ്ങളുടെ മുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന്. ഇപ്പം ജയിലിൽ കിടന്നതും രാജ്യത്തിന് വേണ്ടി പൊരുതിയതൊക്കെ ചരിത്രം എടുക്കുമ്പോഴാണല്ലോ. ആ പോരാട്ടം എടുക്കുമ്പോൾ മോദിയെ നേരിടാൻ പറ്റും, ഒരു പക്ഷേ ബീറ്റ് ചെയ്യാനും പറ്റും. രാഷ്ട്രീയമായ വാഗ്വാദത്തിലാണ് ഞാൻ പറയുന്നത്. ക്യാമ്പയിനിൽ അപ്പോൾ അത് വളരെ അറിഞ്ഞുകൊണ്ടാണ് അവർ പെരുമാറുന്നത്. വേറൊന്ന്, അവരുടെ ഒരു കാലിബർ, ഇപ്പോൾ ഈ നമ്മളീ പറയുന്ന പാരമ്പര്യം എന്നൊക്കെ പറയുന്ന ഒരു അംശം ഉണ്ടെങ്കിൽ അത് രൂപത്തിൽ അവർക്കുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ നമ്മൾ എത്ര തന്നെ വിയോജിപ്പ് പറഞ്ഞാലും ഒരു കാര്യം ശരിയാണല്ലോ സാർ, ആണും പെണ്ണുമായിട്ട് ഇന്ത്യ ഭരിച്ച കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലിബറിനെ നമുക്ക് ആർക്കും തള്ളിപ്പറയാൻ പറ്റുമല്ലോ. അടിയന്തരാവസ്ഥ വേണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ അത് പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ള ഒരാൾ വേണ്ടേ? അതിനോട് നമുക്ക് വിയോജിക്കാം. അടിയന്തരാവസ്ഥ ദോഷമായിരുന്നു എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ വിഴുങ്ങാൻ മാത്രം ആസ്തി ഉണ്ടായിരുന്ന 10-14 ബാങ്കർമാരെ വിളിച്ചു വരുത്തിയിട്ട്
ബ്ലേഡ് കമ്പനിക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നാളെ മുതൽ നിന്റെ ആസ്തി ഈ രാജ്യത്തിൻ്റെതാണെന്ന് പറയാൻ ഒരു കാലിബർ വേണമല്ലോ. പിന്നെ സമ്പൂർണ്ണമായി കോൺഗ്രസിൽ നിന്ന് തട്ടി പുറത്താക്കിയിട്ട് ഒന്നുമല്ലാതായി തീർന്ന പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന ഒരാൾ പിന്നെ ഉയർന്നു വന്ന് അതേ രാജ്യം കീഴടക്കണമെങ്കിലൊക്കെ ഉള്ള ഒരു കാലിബർ ഉണ്ടല്ലോ. ഞാൻ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ഒരു ജീനിയോളജി നമ്മളില്ല, അതിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അംശം ഇപ്പോഴും കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിയങ്കയിൽ തന്നെയാണ്. അത് കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷയെ നമ്മൾ തള്ളിക്കളയും. രാഹുൽ ഗാന്ധിയായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി എത്രയോ ഭേദമാണ്. കാരണം അവരൊരിക്കലും ഈ പോഴത്തം കാണിച്ചു എന്ന് പറയില്ല. ബുദ്ധിമതിയായിരുന്നു, പവർഫുൾ ആയിരുന്നു. അവരുടെ നിലപാടുകൾക്ക് വന്ന വീഴ്ചകളും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വേറെ പറയാം. എന്തായാലും കോൺഗ്രസിന് ഒരു മാറ്റം വന്നേ തീരൂ എന്നൊരു ചിന്ത എനിക്ക് തോന്നുന്നത് അതിനെ സംബന്ധിച്ച് കുടുംബത്തിന്റെ അകത്തും സംഘർഷം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണ ഈ വയനാട്ടില് പ്രിയങ്ക വരുന്നതിന് മുമ്പ് വാദ്ര നമ്മുടെ ചാനലുകളെയൊക്കെ ഉൾപ്പെടെ പലരെയും വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ബ്രീഫിംഗ് നടത്തുന്നുണ്ടായിരുന്നു. അയാൾ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെ അയാൾ. അത് ഇപ്പോൾ സാറ് പറഞ്ഞ ആ പ്രയോഗം ഉണ്ടല്ലോ, ഒരു ഭരണകുടുംബത്തിലെ താരവും മണ്ടനാര് താരമാര് എന്ന ചോദ്യത്തിന് ഇത് സൂക്ഷിച്ചിരിക്കേണ്ട ഒരു ഘടകമാണ് ഈ വാദ്ര. മണ്ടത്തരല്ലേ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ചു, ഈ ഇമ്രാൻ മസൂദിന്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇയാൾ അതിൽ പ്രതികരിക്കാൻ പാടുണ്ടോ? ആര് പ്രതികരിച്ചാലും ഇയാൾ ഉടനെ അതാണ് ശരി, എൻ്റെ ഭാര്യ വരട്ടെ, അവൾ ഇന്ദിരാഗാന്ധിയുടെ ക്വാളിറ്റിയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അളിയനെതിരായിട്ടായി പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് കുടുംബപരമായിട്ട്. രണ്ടാമത്തെ കാര്യം, അത് അയാൾ പറയുന്നതിന് എന്ത് വിലയുള്ളത്? അത് വില കുറഞ്ഞൊരു ഏർപ്പാടല്ലേ. അതിൻ്റെ പിന്നിൽ സാറ് പലപ്പോഴും പറയാനുള്ളൊരു അജണ്ട ഉണ്ടല്ലോ. പ്രിയങ്ക ഗാന്ധിയെ ഇവിടുന്ന് അങ്ങോട്ട് തട്ടിയിട്ട് കേരളത്തിലെ MP ആവാനൊക്കെയുള്ള വാദ്രയുടെ ഈ വില കുറഞ്ഞ മോഹമായിരിക്കണം അതിൻ്റെ പിന്നിൽ. സൂക്ഷിച്ചിരിക്കേണ്ടത് പ്രിയങ്ക ഗാന്ധി വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, വന്നാൽ അവർക്ക് അതിനുള്ള കാലിബർ ഉണ്ട് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ വാദ്ര വരാൻ പാടില്ല എന്ന ജാഗ്രത കൂടി കോൺഗ്രസ് പുലർത്തിയാലേ ഈ പ്രിയങ്കയുടെ പിന്നിൽ രാഹുലിനെതിരായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ പ്രസക്തിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.